അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹ തുലാബുൽ അഈസ, പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയൊരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, പരീക്ഷയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കുവാനുള്ള ഒരു ചോദ്യം നമ്മൾ കാണാറുണ്ട്. നുഅയ്ദുൽ ലായിഹാത്ത്, നമുക്ക് എന്ത് ചെയ്യുക, ലായിഹാത്ത് തയ്യാറാക്കാം. എന്താണ് നമുക്ക് നൽകിയിട്ടുള്ള വിഷയം? നമ്മൾ പഠിച്ച വിഷയം തന്നെയാണ്. വൃത്തിയുമായി ബന്ധപ്പെട്ട ആരോഗ്യശീലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്ലക്കാർഡുകളാണ് നമ്മോട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഒരു ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ആ ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. അത് ലാ തഅകുൽ അത്ഇമത്തൽ മക്ശൂഫ, തുറന്നു വെച്ച ഭക്ഷണങ്ങൾ എന്ത് ചെയ്യരുത്, തുറന്നു വെച്ച ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 4 എണ്ണം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് എഴുതേണ്ടതുണ്ട്. അത് ലാ തലവൂസ് എന്നാണ്. ലാ തലവൂസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ലാ തലവൂസ് എന്ന് അവിടെ തന്നിട്ടുണ്ട്. എന്താണ് ലാ തലവൂസ് എന്ന് വെച്ചാൽ? മലിനമാക്കരുത് എന്നാണ് അർത്ഥം. നിങ്ങൾ മലിനമാക്കരുത്. ലാ തലവൂസ്, നിങ്ങൾ മലിനമാക്കരുത്. എന്താണ് മലിനമാക്കാൻ പാടില്ലാത്തത്? വെള്ളമാണ് മലിനമാക്കാൻ പാടില്ലാത്തത്. ലാ തലവൂസിൽ മിയാ, നിങ്ങൾ എന്ത് ചെയ്യരുത്, വെള്ളം മലിനമാക്കരുത്. ലാ തലവൂസുൽ മിയാ, നിങ്ങൾ വെള്ളം മലിനമാക്കരുത് നമുക്ക് പറഞ്ഞൂടെ? അല്ല എങ്കിൽ ലാ തലവൂസ് അൽ മവാരിദിൽ മിയാ, ലാ തലവൂസൽ മവാരിദിൽ മിയാ, ജലസ്രോതസ്സുകൾ നിങ്ങൾ മലിനമാക്കരുത് എന്ന് നമുക്ക് എഴുതാം. അടുത്തത് നമ്മൾ ഒരുപാട് തവണ പഠിച്ച ഒന്നാണ് ആത്തിത്വാം. എന്താണ് ആത്തിത്വാം എന്ന് നമ്മൾ ഈ റിവിഷൻ്റെ ഭാഗമായിട്ടും ഇന്നലത്തെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആത്തിത്വാം, നിങ്ങൾ എന്ത് ചെയ്യണം, അടച്ചു വെക്കണം. ആത്തി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആത്തിത്വാം, നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം അടച്ചു വെക്കണം. എന്നിട്ടോ വബഅദി ദുബാബ്, വബഅദ് ആണ് കേട്ടോ, വബഅദ് അദ്ദുബാബ്, വബഅദ് അദ്ദുബാബ്. എന്നിട്ടോ ഈച്ച നമ്മൾ എന്ത് ചെയ്യണം, അകറ്റണം. അത്തിത്വാം വബഅദ് അദ്ദുബാബ്, ഈ സാധനങ്ങൾ ഈ രീതിയിലുള്ളത് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തത് ഡേഷ് ഖബുലൽ അക്കിൽ, ഡേഷ് ഖബുലൽ അക്കിൽ, ഭക്ഷണത്തിന് മുമ്പ് എന്തോ ചെയ്യണം. എന്താ ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്? ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കൈ കഴുകേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെ പറയാം? ഇഅ്സിൽ യദക, നീ എന്ത് ചെയ്യണം, നിന്റെ കൈകൾ കഴുകണം. എപ്പോഴാണ് കഴുകേണ്ടത്? ഖബുലൽ അക്കൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. അടുത്തത് ഒരു ബ്ലാങ്ക് ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്ക്, ഇങ്ങനെയുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ പ്ലക്കാർഡുകൾ തയ്യാറാക്കാൻ പറഞ്ഞാൽ, വൃത്തിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യശീലങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മോട് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ എഴുതേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ലാ തലവൂസിൽ മിയാ, നമ്മൾ എന്ത് ചെയ്യരുത്, വെള്ളം മലിനമാക്കരുത്. രണ്ടാമത്തത് ആത്തിത്വാം വബഅദി ദുബാബ്, ഭക്ഷണം അടച്ചു വെക്കുക, എന്നിട്ട് ഈച്ചകളെ അതിൽ നിന്ന് അകറ്റുക. അൽ മാഉൻ നഖി സ്വാലിഹുൻ ലിശുർബ്, കുടിക്കുവാൻ ഏറ്റവും യോജിച്ചത് ഏത് വെള്ളമാണ്? ശുദ്ധമായ വെള്ളമാണ് കുടിക്കാൻ നല്ലത്. ഹാഫിള അലാ നളാഫത്തിൽ ബിഅ, ഹാഫിള അലാ നളാഫത്തിൽ ബിഅ, പരിസര ശുചിത്വം പാലിക്കുക, പരിസ്ഥിതിയെ ശുദ്ധിയായി കൊണ്ടു നടക്കുക. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഹാഫിള അലാ നളാഫത്തിൽ ബിഅ എന്നുള്ളതിൽ ബിഅ മാറ്റുക. എന്നിട്ട് ഹാഫിള അലാ നളാഫത്തിൽ മദ്രസ, സ്കൂള് വൃത്തിയായി കൊണ്ടുനടക്കുക. ഇനി ക്ലാസ് വൃത്തിയായി കൊണ്ടുനടക്കാനാണെങ്കിലോ ഹാഫിൾ അലാ നളാഫത്തി സ്വഫ്. ഈ ഒറ്റ വാക്കിൽ നിന്ന്, ഒറ്റ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് 2, 3 ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഹാഫിൾ അലാ നളാഫത്തിൽ ഹമ്മാം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, നമ്മൾ തൽക്കാലം 2 എഴുതുന്നു. ബാക്കി നമുക്ക് നോക്കാം. ഇഅ്സിൽ യദക,
ഇഅ്സിൽ യദക ഖബ്ല ത്വആം, ഭക്ഷണത്തിന് മുമ്പ് നീ എന്ത് ചെയ്യണം? നിന്റെ കൈകൾ കഴുകണം. ഇതുപോലെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒരു ചോദ്യമാണ് അനിൽ ആദാത്തി സിഹ്ഹിയ്യ, ആരോഗ്യശീലങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യുക? പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. ഇഷ്റബ് അൽ മാ ഉന്നഖി, അതുപോലെ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതേണ്ടതുണ്ട്. എന്താണ് എഴുതേണ്ടത് എന്നാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞത്. ലാ തലവൂസിൽ മിയാ ആത്തി ത്വആം വബഅദി ദുബാബ് الماء النقي صالح للشرب حافظ على نظافة البيئة ഇഅ്സിൽ യദക. ഈ രീതിയിലുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള 2 ബോർഡുകൾ, ഈച്ചയുമായി ബന്ധപ്പെട്ടത്, എലിയുമായി ബന്ധപ്പെട്ട കൊതുകുമായി ബന്ധപ്പെട്ട ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഹാഫിള് അലാ നളാഫത്തിൽ ബിഅ വഅ്തരിദിൽ ബഊല, പരിസരം വൃത്തിയായി സൂക്ഷിക്കാം, കൊതുകിനെ അകറ്റാം. അടുത്തത് തബീദുൽ ബഊലു ഫീ മിയാഹിർ റാക്കിദ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിടുന്നത്. അൽ ബഊലു സബബുൻ ലി ഇന്തിശാരിൽ അംറാദ്, രോഗങ്ങൾ പരക്കെത്താൻ കാരണം ആരാണ്? അത് കൊതുകുകളാണ്. അടുത്തത് ലാ തഅകുൽ അൽ അത്ഇമത്തൽ മക്ശൂഫ, തുറന്നു വെച്ച ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. അത്തിത്വാം അബഅദി ദുബാബ്, ഭക്ഷണം അടച്ചു വെക്കുക, എന്നിട്ടോ ഈച്ചയെ അകറ്റുക. ഇശ്റബൽ മാ നഖി, ശുദ്ധമായ വെള്ളം കുടിക്കുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുക? ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു 4-5 എണ്ണം പഠിച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ. നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് ലൈവിൽ വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം.